Ha 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 ha. Yeah, so good evening all. We'll start. Yes, set. വീഡിയോയിൽ വരും മനുഷ്യന്മാരെ, വീഡിയോയിൽ വരും. നമ്മളെ കാണണ്ടേ എന്നാലല്ലേ. Yeah, good evening Athena. Yes. Okay, what about others? Dun, 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 dun. Yeah. Okay. This is it. നമ്മൾ നമ്മുടെ PYQ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ PYQ ഡിസ്കഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലേറ്റസ്റ്റ് PYQ ഡിസ്കഷൻസ് അല്ലേ. ഓൾഡ് ആയിട്ടുള്ള ഓൾഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാച്ചിൽ, അതിന് മുമ്പത്തെ ബാച്ചിൽ അങ്ങനത്തെ ഓൾറെഡി പല റെക്കോർഡിങ്സും നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. ആപ്പിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പത്തെ കുറേ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ, മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ പലതിൻ്റെയും ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് ആണ് ഓക്കെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ എക്സാമിൻ്റെ, ഓക്കെ 2024 ഡിസംബർ എക്സാമിൻ്റെ വാട്ട് വി ക്യാൻ സേ ആസ്പെക്റ്റിലാണ് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസംബർ എക്സാമിൻ്റെ PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് എന്താണ്, പഠിപ്പൊക്കെ സെറ്റ് അല്ലേ? ലതാ പൊളിക്കുന്നില്ലേ? അഞ്ജലി എല്ലാവരും ഇനി 60 ദിവസം ഇല്ല അല്ലേ? കഴിഞ്ഞ ആഴ്ച 65 ദിവസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അഗെയിൻ ദ ലാസ്റ്റ് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ PYQ പറയാം. PYQ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തുടങ്ങുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ഓക്കെ, ഇന്ന് തുടങ്ങുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ആൻഡ് വരും ദിവസങ്ങളിൽ മാത്സ്, ഡാറ്റ പോലെയുള്ള ആസ്പെക്റ്റിലേക്കൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു കാര്യം, പല സെറ്റ് ഓഫ് ആളുകൾ ഈ സെഷനിൽ ഉണ്ടാവും. പല സെറ്റ് ഓഫ് ആളുകൾ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ, ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾ, മുമ്പ് ലോജിക്കൽ റീസണിങ് ഒക്കെ കലക്കി കുടിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ PYQs എന്നുള്ളത് നമുക്ക് എപ്പോഴും ഉള്ളൊരു ഡിസ്കഷൻ ആസ്പെക്റ്റ് ആയതുകൊണ്ട് നമ്മളെ മുമ്പത്തെ സ്പീഡ് പ്രകാരമായിട്ട് 0.5x നമ്മൾ ഡിസ്കസ് ചെയ്യുക. പറഞ്ഞ പല തിയറീസും വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് നിങ്ങളോട് അല്ലേ, പോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഫസ്റ്റ് ലേണിംഗ് നെവർ കൗണ്ട്സ് അല്ലേ. ആദ്യം പഠിക്കണ ആരും കണക്ക് കൂട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമത്തോ മൂന്നാമത്തോ നാലാമത്തോ അഞ്ചാമത്തോ ഒക്കെ വരുന്ന റിവിഷൻ പല രീതിയിലുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്താണ് നമുക്കത് കൂടുതലായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ പലതിനും തിയറീസൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും PYQs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നമുക്ക് സമയമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാരണം ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഏകദേശം ഒരു പരീക്ഷൻ്റെ 60 ദിവസം മുമ്പ് PYQ ഡിസ്കഷൻ ആദ്യമായിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവും കേട്ടോ, എൻ്റെ ഒരു ഓർമ്മയിൽ. കഴിഞ്ഞ ടൈമിലൊക്കെ ഓൾറെഡി റിസൾട്ട് വന്നിട്ട് തന്നെ പരീക്ഷയ്ക്ക് 60 ദിവസം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം പിന്നെ 10-20 ദിവസം മുമ്പാണ്, അതിന് മുമ്പ് ഒരു 30 ദിവസം മുമ്പാണെന്നാണ് തോന്നുന്നു. നമുക്ക് മതിയായ സമയമുണ്ട്. അപ്പം മതിയായ സമയം ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറീസ്, ആസ്പെക്റ്റുകൾ, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. മേ ബി 1 hour ആവശ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ അത്ര സമയം ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും പോവില്ല. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, തിയറീസൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ട്, ചിലപ്പം സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ്റെ ടാബിളൊക്കെ വീണ്ടും വരച്ചുകൊണ്ട്, എല്ലാം അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാം അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യനൊക്കെ അല്ലേ പോവുള്ളൂ. ഓക്കെ, അങ്ങനെയല്ല. ബട്ട് അപ്പം 0.5x ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് ഇത് കുറച്ച് ലാഗിങ് ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകൾ ഒരു പ്രശ്നമില്ല, ക്ലാസ് സ്കിപ്പ് അടിക്കാം. എന്നിട്ട് പിന്നീട് വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഈ തരുന്ന PDF
ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് ആപ്പിൽ തരും. ഓക്കെ, ക്ലാസ്സിൻ്റെ PPT. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഏതാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തത് നോക്കിയിട്ട് വേണമെങ്കിൽ വീഡിയോയിൽ നിന്ന് അതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോയിൽ നിന്ന് അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് കൂടി നിങ്ങളോട് ആദ്യം തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേസിലേ പോകുള്ളൂ എന്നുള്ളത് ആദ്യം പറയാണ്. സോ ദിസ് ഈസ് ഇറ്റ് സ്ലൈഡ്. ഇതാണ് ഏകദേശം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് PYQൻ്റെ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് PPTs ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, എൻവിയോൺമെൻറ്റ്, ലോജിക്കൽ റീസണിങ് എല്ലാം അവൈലബിൾ ആണ്. ലോജിക്കൽ റീസണിങ് തന്നെ നമ്മൾ വീണ്ടും ഫാലസീസ്, ഇന്ത്യൻ ലോജിക്ക്, മിക്സഡ്, മൂഡ് ആൻഡ് ഫിഗർ, സിലോജിസം, ഓക്കെ, എല്ലാ ആസ്പെക്റ്റിലേക്കും നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എവറിത്തിങ് ഈസ് റെഡി ദർ. എന്താണ് സംഭവം? ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡിസംബർ 2024 സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ഓക്കെ, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ്. വീഡിയോസ് വിൽ ബി അവൈലബിൾ. ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് PYQ ഡിസ്കഷൻ അല്ല, ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാ വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ലോജിക്കൽ റീസണിങ് ആണ്. നമ്മൾ വരും ദിവസങ്ങളായിട്ട് ലോജിക്കൽ റീസണിങ് ഓക്കെ നമ്മൾ ഇതാക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഏത് സെഷനുകളിലും അത് PYQ ആവട്ടെ, റെഗുലർ സെഷൻ ആവട്ടെ, ഏതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ റിഗാർഡിങ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അവസാനം തീർത്തിരുന്നതായിരിക്കും. എക്സാം അടുക്കും തോറും ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, സോറി, എനിക്ക് ചില തിരക്കുകൾ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, മെൻറ്റേഴ്സോ ബാക്കിയുള്ളവർക്ക്. അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സെഷനിലും ചോദിക്കാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടോപ്പിക്. സെഷൻ്റെ അവസാനം, അതായത് ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പോയിട്ട് ബാക്കിയുള്ളവരുടെ ഡൗട്ടുകളെല്ലാം ഞാൻ തീർത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് റിഗാർഡിങ് പ്രിപ്പറേഷൻ, വിൽ ട്രൈ ടു ആൻസർ ദോസ് ക്വസ്റ്റ്യൻ ടുവാർഡ്സ് എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ, അപ്പം ലോജിക്കൽ റീസണിങ് വി ഹാവ്. അപ്പം വരും ദിവസങ്ങളിലായിട്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുക 16 ഷിഫ്റ്റോളമാണ് നമുക്കുള്ളത്. ഈ 16 ഷിഫ്റ്റോളം എന്ന് പറയുമ്പോൾ ഏകദേശം 16 × 5 എന്ന് പറയുമ്പോൾ ഏകദേശം 800ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 800ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 800 ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ട്, 800 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് 16 ടാബിളാണ് ഉണ്ടാവുക. 80 ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഉണ്ടാവും. 800 അല്ല, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും 80 ഉണ്ടാവും. നമുക്ക് 10 ടോപ്പിക്കാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പല ആസ്പെക്റ്റിലേക്കുമുള്ള പല സംഭവങ്ങളിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം മേ ബി ദിസ് വിൽ ബി അനദർ ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ഫോർ യു എന്നുള്ളത് മനസ്സിലാക്കുക. സോ ലെറ്റ്സ് ഡയറക്ട്ലി മൂവ് ടു ദ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ. If A is true, E is false. If E is false, O is undetermined. If I is false, A is true. If O is true, I is true. If I is true, A is false. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ശരിയാവുക എന്നുള്ളതാണ് ഇപ്രാവശ്യം ഓക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള. സ്ലൈഡ് കാണുന്നില്ല? ആരൊക്കെയോ ചാറ്റ് ബോക്സ് സ്ലൈഡ് കാണാതെ ഉത്തരം ചെയ്തിടണോ? അല്ലല്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? യെസ്, സെറ്റ്. എന്നതാ ഈ ക്വസ്റ്റ്യനൊക്കെ സ്ലൈഡ് കണ്ടാൽ തന്നെ തല കറങ്ങും. പിന്നെ സ്ലൈഡ് കാണാതെയും കൂടി അല്ലേ ഒരാൾ A is true, E is false എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. നോ ഇഷ്യൂ. A is true, E is false, E is false, O is undetermined, I is false, A is true, O is true, I is true, I is true, A is false. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വി കൻ സി 1 ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ. ഓക്കെ, ഏകദേശം 4ഓളം ക്വസ്റ്റ്യൻസ് സെയിം ആസ്പെക്റ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ തിയറി പറയാന്ന് പറയുമ്പോൾ ബേസിക് തിയറീസ് ആണ് പറയാം, ഫ്രം ദ സ്ക്രാച്ച് തൊട്ടിട്ട് എല്ലാം എടുക്കുന്നല്ല. ഓക്കെ, ആസ് എ ആസ്പെക്ട്. സോ ഇപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്ന തിയറി എന്താ വെച്ചാൽ, ആദ്യത്തെ തിയറി നമ്മളൊരു സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു എ എന്ന് പറഞ്ഞ ഓൾ ഉണ്ട്, ഒരു നോ എന്ന് പറഞ്ഞ ഇ ഉണ്ട്, ഒരു സം എന്ന് പറഞ്ഞ ഐ ഉണ്ട്, ഒരു ഒ എന്ന് പറഞ്ഞ സം നോട്ട് ഉണ്ട്. ഓക്കെ, സം നോട്ട് ഉണ്ട്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന സ്ക്വയറിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിലെ എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ കോൺട്രറി എന്നാണ് പറയുക. ഐയും ഓയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ സബ് കോൺട്രറി എന്നാണ് പറയുക. ഓക്കെ, എയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ സബാൾട്ടേൺ എന്ന് പറയും. ഇയും ഓയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും നമ്മൾ സബാൾട്ടേൺ എന്ന് പറയും. അതുപോലെ എയും ഓയും അതുപോലെ ഐയും ഇയും ഒക്കെ ഉള്ളതിനെ നമ്മൾ ഈ രണ്ട് പേരിനെ നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറയും. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട്. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ്റെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ആസ്പെക്റ്റിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രത്യേകതകൾ പഠിച്ചത്? ആ പ്രത്യേകതകൾ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്രാവശ്യത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. എന്താണ് നമ്മൾ പഠിച്ച പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കോൺട്രറിയുടെ പ്രത്യേകത ബോത്ത് ക്യാൻ നോട്ട് ബി ട്രൂ ബട്ട് ക്യാൻ ബി ഫാൾസ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച കോൺട്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് സബ് കോൺട്രറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓക്കെ, സബ് കോൺട്രറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോത്ത് ക്യാൻ ബി ട്രൂ, ഓക്കെ, ബട്ട് ബോത്ത് cannot ബി ട്രൂ. ഒരു ട്രീയും കൂടി വേണമല്ലോ അവിടെ. അവിടെ ട്രൂ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ. ബോത്ത് ക്യാൻ ബി ട്രൂ, okay, but cannot be false. Both cannot be false. ഇതാണ് സബ് കോൺട്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ച സബാൾട്ടേണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, we have both can be true and both can be false. Can be false. ഇനി നമ്മൾ കോൺട്രഡിക്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോൺട്രഡിക്ടറിക്ക് പറയുന്ന മറ്റൊരു ആസ്പെക്റ്റ് ആണ് വി ഹാവ് ഡിനയൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വി ഹാവ് ബോത്ത് cannot be true and both cannot be false. ഇതാണ് നമ്മൾ അതിൽ പഠിച്ച റിലേഷൻഷിപ്പ് ആസ്പെക്റ്റുകൾ എന്നുള്ളതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആസ്പെക്ട്. സോ ബേസിക്കലി ഈ പറയപ്പെടുന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാണിച്ചു തന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുക. ഈ പറയപ്പെടുന്ന ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പം ഇത് നമുക്ക് അങ്ങനെ തന്നെ തറവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നൊരു സംഭവം, റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ സബാൾട്ടേണെ നമ്മൾ പറഞ്ഞു, കോൺട്രഡിക്ടറിയെ നമ്മൾ ഡിനയൽ എന്ന് പറയുമെങ്കിൽ സബാൾട്ടേണെ നമ്മൾ കറസ്പോണ്ടിങ് ആർഗ്യുമെന്റ്സ് എന്നും പറയാറുണ്ട്. ഈ സാധനം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, സബാൾട്ടേണെ കറസ്പോണ്ടിങ് എന്നുള്ളൊരു ആസ്പെക്റ്റും പറയാറുണ്ട്, കോൺട്രഡിക്ടറിയെ ഡിനയൽ എന്നുള്ളൊരു ആസ്പെക്റ്റും പറയാറുണ്ട്. ഓക്കെ, റീസെൻ്റ്ലി എക്സാമിന് അങ്ങ് ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പം ഇവിടെയാണ് നമ്മൾ കളി മൊത്തം നടക്കുന്നത്. ഓക്കെ, കോൺട്രറി ബോത്ത് ക്യാൻ ബി ട്രൂ, ക്യാൻ നോട്ട് ബി ട്രൂ, ക്യാൻ ബി ഫാൾസ്. ഓക്കെ, സബ് കോൺട്രറി ബോത്ത് ക്യാൻ ബി ട്രൂ, കനോട്ട് ബി ഫാൾസ്. ഓക്കെ, എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ് ഓക്കെ ബേസിക്കലി ഉള്ളത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും കാണിക്കാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിലാണ് നിങ്ങളെ മിസ്റ്റേക്ക് ഓക്കെ നിങ്ങൾ പറയുന്നെങ്കിൽ ചിലപ്പം ക്ലാസ്സിൻ്റെ ഫ്ലോയിൽ ഞാൻ കാണാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ വീഡിയോയിലുള്ള ആളുകളും ഇങ്ങനെ കൈ ഉയർത്തിയാൽ മതി. അപ്പോൾ കൈ ഉയർത്തിയിട്ട് ഞാൻ കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 കൈ ഉയർത്തി കാണിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ടോ സാർ, അത് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതൊക്കെ കാട്ടും. അപ്പോൾ ഞാൻ കുറേ കഴിയുമ്പം കാണും ഹാൻഡ് റൈസോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ വിളിച്ചുണർത്തുക എന്നുള്ളത് അല്ലേ. ഓക്കെ, പോട്ടെ. സോ ബേസിക്കലി ചാറ്റ് ഹോസ്റ്റ് ഓൺലി ആക്കേണ്ട ആവശ്യമില്ല. വി ആർ ഹാവിങ് എ ഡിസ്കഷൻ. ഞാൻ ക്വസ്റ്റ്യൻ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ നോക്കാം. നിങ്ങൾക്ക് ചാറ്റ് എന്താ പറയുക പോപ്പപ്പ് ചെയ്യുന്ന പ്രശ്നമാണെങ്കിൽ മിനിമൈസ് ചെയ്താൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. സോ ബേസിക്കലി ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ തിയററ്റിക്കൽ ആസ്പെക്ട് എന്ന് വെച്ചാൽ കനോട്ട് ബി എന്ന് പറയുന്നത്, ഈ കനോട്ട് എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ ആണ്, സെർട്ടൈൻ ഒരു ഡെഫിനിറ്റ് ആണ്. ക്യാൻ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് അല്ല.
എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞാൽ 100% ട്രൂ ആവും എന്നുള്ളത്, 100% ട്രൂ ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, കനോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞാൽ 100% ട്രൂ ആവില്ല, അതൊരു ഡെഫിനിറ്റീവ് അല്ലെങ്കിൽ അതൊരു സെർട്ടൈൻ ആർഗ്യുമെന്റ് ആണ് കനോട്ട് എന്ന് പറയുമ്പോൾ. പക്ഷെ ക്യാൻ ബി എന്ന് പറയുമ്പോൾ, ക്യാൻ ബി ട്രൂ എന്ന് പറയുമ്പോൾ അത് 100% ട്രൂ ആവണം നിർബന്ധമല്ല, ട്രൂ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കനോട്ട് ബി ട്രൂ എന്ന് പറയുമ്പം ട്രൂ ആവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതല്ല, 100% ആവില്ല. അപ്പം ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട്. പലർക്കും എവിടെയാണ് ഇതിന് മിസ്റ്റേക്ക് വരിക എന്ന് ചോദിച്ചാൽ, കനോട്ട് ബി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഡെഫിനിറ്റീവ് ആണ്, കനോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രൂ ആവില്ല. അതേ അടിസ്ഥാനത്തിൽ ക്യാൻ ബി ട്രൂ എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രൂ ആവുമെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഇല്ല, കനോട്ട് ബി ട്രൂ ആണെങ്കിൽ ട്രൂ ആവില്ല 100% ഉറപ്പാണ്. ക്യാൻ ബി ട്രൂ ആണെങ്കിൽ ട്രൂ ആവുന്ന 100% ഉറപ്പൊന്നുമില്ല, ട്രൂ ആവാം ആവാതിരിക്കാം എന്നുള്ളതാണ്. അപ്പം ഈ ടേബിൾ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം. ആ ടേബിൾ മനസ്സിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിശദമായിട്ട് ഇതിനെ വെച്ചിട്ട് ഓരോ ടേമും വെച്ചിട്ട് ടേബിൾ വെച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിലുണ്ട്. വേണമെങ്കിൽ അത് റിവൈസ് ചെയ്യാം. നിങ്ങളെല്ലാ ഗ്രൂപ്പുകളിൽ ഈ ഓവറോൾ ഈ എന്താ പറയുക, ഈ ട്രൂത്ത്ഫുൾനെസ് ഓർ ഫാൾസിറ്റി ഓഫ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ്. എന്തെങ്കിലും ആ ഒരു ടേബിൾ, കംപ്ലീറ്റ് ടേബിൾ ഒന്ന് പോസ്റ്റ് ചെയ്യുമോ എന്ന് നിങ്ങളെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ മുമ്പ് അത് ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്. ഓക്കെ, പക്ഷേ അതിലേക്ക് വരുന്നില്ല, ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആലോചിച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എ ഈസ് ട്രൂ, ഇ ഈസ് ഫാൾസ്. എ ട്രൂ ആവുകയാണെങ്കിൽ ഈ ഫാൾസ് ആവും, ഇത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഞാൻ നേരെ എന്താ ആലോചിക്കുക, ഞാൻ നേരെ എ എടുക്കും, ഞാൻ നേരെ ഇ എടുക്കും. ഇതൊരു കോൺട്രി ആണ്. കോൺട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓക്കെ, കോൺട്രിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ബോത്ത് ഓക്കെ കനോട്ട് ബി ട്രൂ ആണ്. ഓക്കെ, കോൺട്രിയുടെ പ്രത്യേകത കോൺട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്, അല്ലേ? ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു, ഇവിടെ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ എ ട്രൂ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇവിടെ എ ട്രൂ ആണ് എന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ബേസിക്കലി ഒരു 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 ആസ്പെക്റ്റ് ഉണ്ട്. എന്ത്? എയും ഇയും തമ്മിലുള്ള ട്രൂവിൻ്റെ, ഇതിലിങ്ങനെ മനസ്സിലാക്കുക, എയും ഇയും തമ്മിലുള്ള ട്രൂവിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്, സെർട്ടൈൻ ആണ്. അതായത് ആവില്ല. അപ്പൊ ഇവിടെ ട്രൂ ആയതുകൊണ്ട് ഈ ഉറപ്പായിട്ട് എന്തായിരിക്കണം, ഫാൾസ് ആയിരിക്കണം. ഓക്കെ, കാരണം ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. ഞാൻ ആവശ്യമുള്ളത് മാത്രം സ്റ്റേറ്റ്മെന്റ് പറയല്ലോ. അപ്പം ഇത് ഫാൾസ് ആയ അതാ വീണ്ടും എല്ലാ തിയറിക്കും വീണ്ടും ഇങ്ങനെ പോകില്ല. ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ് അതിന്റെ ട്രൂ വെച്ചുള്ള ആസ്പെക്റ്റിലേക്ക് മാത്രമേ വരുള്ളൂ. അപ്പം എ ട്രൂ ആണ്, അപ്പം ഈ ട്രൂ ആവില്ല, കാരണം ബോത്ത് കനോട്ട് ബി ട്രൂ, ഈ ഫാൾസ് ആവും. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ഇ ഈസ് ഫാൾസ്, ഈ ഫാൾസ് ആണെങ്കിൽ, ഓക്കെ, ഇ ഈസ് ഫാൾസ്. ഓക്കെ, ഈ ഫാൾസ് ആണെങ്കിൽ ഓ അൺഡിറ്റർമൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇയും ഓയും നമ്മൾ റിലേഷൻഷിപ്പ് വരക്കണം, അല്ലേ? ഇ ഒ. ഓക്കെ, ഇ ഒ. ഈ ഫാൾസ് ആണെങ്കിൽ, ഓക്കെ, ഈ ഫാൾസ് ആണെങ്കിൽ ഓ അൺഡിറ്റർമൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇയും ഓയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സബാൾട്ടേൺ ആണ്. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ ബോത്ത് ക്യാൻ ബി ട്രൂ ഓർ ബോത്ത് ക്യാൻ ബി ഫാൾസ്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ അത് ഫാൾസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഫാൾസായി, ഇത് ഫാൾസ് ആവാം, ഇത് ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ദിസ് വിൽ ബി അൺഡിറ്റർമൈൻഡ്. അൺഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല അൺഡിറ്റർമൈനോട് ഉദ്ദേശിക്കുന്നത്. അൺഡിറ്റർമൈനോട് ഉദ്ദേശിക്കുന്നത് ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്, ഫാൾസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. കണ്ടുപിടിക്കാൻ പറ്റാത്തതല്ല, ആ രണ്ടെണ്ണത്തിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയി പറ്റില്ല എന്നുള്ളതാണ്. സോ അൺഡിറ്റർമൈൻഡ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. അടുത്തത്, ഇഫ് ഐ ഈസ് ഫാൾസ് എ ഈസ് ട്രൂ. ഐ ഫാൾസ് ആണെങ്കിൽ എ ട്രൂ ആണ് എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് വീണ്ടും റിലേഷൻഷിപ്പ്, ഐ ഫാൾസ് ആണ്. സം കുട്ടികൾ പരീക്ഷയ്ക്ക് ജയിച്ചു എന്നുള്ളത് തെറ്റാണ്. ഐ ഫാൾസ് ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എ ഉറപ്പായിട്ട് ഫാൾസ് ആയിരിക്കും, അല്ലേ? ഐ ഫാൾസ് ആണെങ്കിൽ എ ഫാൾസ് ആയിരിക്കും. സോ അതും തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, എന്നാലും
ഞാൻ ഇവിടെ തെറ്റെന്നാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് അൺഡിറ്റർമൈൻ തന്നെയാണ്, ശരിയാണ് കേട്ടോ. ഓക്കെ, അൺഡിറ്റർമൈൻ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് അൺഡിറ്റർമൈൻ എന്നുള്ളത് തന്നെയാണ്, അപ്പം അത് ശരിയാണെന്നുള്ളതാണ്. ഞാൻ അവിടെ ഇട്ടുപോയി തെറ്റായി ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ഡി, ഓ ഈസ് ട്രൂ, ഐ ഈസ് ട്രൂ. ഓ ട്രൂ ആണെങ്കിൽ ഓക്കെ വി ഹാവ് ഓ ട്രൂ ആണെങ്കിൽ ഐ എന്താവുന്നതാണ്. അപ്പോൾ ഓയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഓയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സബ് കോൺട്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രൂത്തിന്റെ സാധനം എന്താ വെച്ചാൽ ട്രൂത്തിന്റെ സാധനം ഡെഫിനിറ്റ് ആണ്, ക്യാൻ നോട്ട് ബി ആണ്. അപ്പൊ ഇത് ട്രൂ ആയത് ഫാൾസ് ആയിരിക്കും. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അവസാനത്ത് ഐ ഈസ് ട്രൂ, എ ഈസ് ഫാൾസ്. ഐ ട്രൂ ആണെങ്കിൽ എ ഫാൾസ് ആവും. ഓക്കെ, ഒരിക്കലും ആവില്ല. അതന്നെയല്ല ഇപ്പം നേരത്തെ ഐ ഫാൾസ് ആണെങ്കിൽ എ ട്രൂ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഐ ട്രൂ ആണെങ്കിൽ എ ഫാൾസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നമുക്ക് ഐ ട്രൂ ആകുമ്പം എ ഫാൾസ് ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് വിൽ ബി ഹാവിങ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. സോ വി ഹാവ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സ്ലോ ആണ്, ഒരുപാട് ആളുകളുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതത് ചോദ്യത്തിൻ്റെ ഡൗട്ട് തീർത്ത് കൊടുക്കുന്നതല്ല. ഡൗട്ട് തീർക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. മൾട്ടിപ്പിൾ ടൈം നമ്മളിത് റിവൈസ് ചെയ്യും. ചാറ്റ് പബ്ലിക് ആയിരിക്കും, നിങ്ങൾക്ക് ചാറ്റിലൂടെ ചോദിക്കാം. ഒഴിവുള്ള നമുക്ക് കാണുന്ന നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും അത് തിരുത്തി തരും. ദ ഹോൾ സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഏത് ഡൗട്ട് ഞാൻ തീർത്ത് തരും കേട്ടോ. ഓക്കെ, മറ്റെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഡൗട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത അരമണിക്കൂർ നിങ്ങൾ എല്ലാവരും ഡൗട്ട് തീർക്കേണ്ടി വരും. ആ ഒരു സമയത്ത് ബാക്കിയുള്ളവരുടെ സമയം പോകും എന്നുള്ളതാണ്. അപ്പം നോർമൽ ക്ലാസ് ഫോല് ഞാൻ മൾട്ടിപ്പിൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഡിവിജ്വൽ ഡൗട്ടുകൾ ക്ലാരിറ്റി കൊടുക്കാറുണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓക്കെ ഇഫറേറ്റ്സ് ആരെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അവസാനം ആ സെഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ടിട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റക്ക് എഴുതി വെക്കുക, അവസാനം ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. കാരണം അവസാനമാകുമ്പം ഒക്കെ ക്ലിയർ ആയ ആളുകൾക്ക് പോവാം. ഓക്കെ, അപ്പം പിന്നെ ബാക്കിയുള്ളവർക്ക് മാത്രം ചോദിച്ചാൽ മതി. നമുക്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് വി സേവ് ഓൾ ടൈം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇഫ് എ ഈസ് ട്രൂ, എ ട്രൂ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ ഓക്കെ എ ട്രൂ ആണെങ്കിൽ എ ട്രൂ ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ ആസ്പെക്റ്റിലേക്ക് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓക്കെ എന്താണ് സംഭവിക്കുക, എന്തായിരിക്കും? ഓക്കെ, പെട്ടെന്ന് ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ നോക്കുക. ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇട്ടോളൂ. ഞാൻ ഇപ്പം ഫോർ ദ ടൈം ബീങ് ഞാൻ ഹോസ്റ്റ് ഓൺലി ആക്കുന്നില്ല, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആക്കാം. വാട്ട് വിൽ ബി ദ ആൻസർ? ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിലിപ്പം ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എ ട്രൂ ആവുമ്പം ഇക്കും ഒരു വാല്യൂ ഉണ്ട്, ഐക്കും ഒരു വാല്യൂ ഉണ്ട്, ഓക്കൊക്കെ വാല്യൂ ഉണ്ട്. നേരത്തെ നമുക്കൊരു സുഖം ഉണ്ടായിരുന്നു, എ ട്രൂ ആയാൽ ഇതിലൊക്കെ നമുക്കൊരു സുഖം ഉണ്ടായിരുന്നു. എ ട്രൂ ആയാൽ ഈ ഫാൾസ് ആണെന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എ ട്രൂ ആണെങ്കിൽ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബേസിക്കലി നോർമലി നമ്മൾ ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ നോർമലി എ ഉള്ളത് ഒരിക്കലും വരാൻ സാധ്യമല്ല. അപ്പോൾ 1ഉം 2ഉം ഓപ്ഷനായിട്ട് നമ്മൾ നോക്കണ്ട. ഓക്കെ, 1ഉം 2ഉം ഓപ്ഷനായിട്ട് ഓക്കെ നമ്മൾ നോക്കണ്ട. ഇതാണ് ആദ്യത്തെ ആസ്പെക്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എ ട്രൂ ആണെങ്കിൽ ഐ എന്താവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം റിലേഷൻഷിപ്പ് എ ഐ, നമുക്ക് ഉറപ്പാണ് എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് ശരിയാണ്. ഇനി എ ട്രൂ ആണെങ്കിൽ ഇ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോൺട്രി ആണ്, കനോട്ട് ബി ട്രൂ ആണ്. കനോട്ട് ബി ട്രൂ ആണെങ്കിൽ എ ട്രൂ ആണെങ്കിൽ ഇ ഉറപ്പായിട്ടും എ ട്രൂ ആണെങ്കിൽ ഇ ഉറപ്പായിട്ടും ഫാൾസ് ആയിരിക്കും. സോ ഈ ഫാൾസ് ആയിരിക്കും. സോ വിൽ ബി ഹാവിങ് എ as 3.
ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇ നോക്കുക. ഇ ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ഈ ഫാൾസ് ആണ്, നമ്മൾ ഏതാ നോക്കുക എന്ന് ചോദിച്ചാൽ ഈ അല്ലാത്തത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും അല്ല, ഇതിൽ രണ്ടിലും ഇ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എ എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ആദ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് എക്ക് പോയി നോക്കും. ഈ ഫാൾസ് ആണെങ്കിൽ എ അൺഡിറ്റർമൈൻഡ് ആണോ? 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 ആണോ കുട്ടികളെ? ഈ ഫാൾസ് ആണ്. ഓക്കെ, ഇവിടെ ബോത്ത് ക്യാൻ ബി ഫാൾസ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. സോ എ ഈസ് അൺഡിറ്റർമൈൻഡ്. ഇവിടെ നിങ്ങളുടെ ഡൗട്ട് എന്താ വെച്ചാൽ ഈ ക്യാൻ ബി ഫാൾസ് പറയുമ്പോൾ ഒന്ന് ഫാൾസ് ആയിട്ട് മറ്റത് ഫാൾസ് ആണ് എന്ന് എന്താ ഉറപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ ക്യാൻ ബി ഈസ് നോട്ട് ഷുവർ, കനോട്ട് ബി ഈസ് ഷുവർ. പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ക്യാൻ ബി എന്ന് പറയുമ്പോൾ എ അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. ശരിയാണല്ലോ? ഐ ട്രൂ ആവോ എന്നുള്ളതാണ്. ഈ ഫാൾസ് ആയാൽ ഐ ട്രൂ ആവോ എന്നുള്ളതാണ്. ഇയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോൺട്രഡിക്ടറി ആണ്. കോൺട്രഡിക്ടറിയുടെ ഒന്ന് ട്രൂ ആയ മറ്റേ നമുക്കിതിൽ ശരിക്ക് ഏറ്റവും ഈസി ആയിട്ട് എപ്പോഴും മാത്ത് ഫോളോയിങ് നോക്കേണ്ട എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ടറി ഉണ്ടോ നോക്കാം. കോൺട്രഡിക്ടറി ഉണ്ടോ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനല്ല. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേ ഫാൾസ് ആണ്, ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേ ട്രൂ ആണ്. കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കാം. സോ ഈ ഫാൾസ് ആണെങ്കിൽ ഓക്കെ വിൽ ബി ഹാവിങ് ഐ ട്രൂ. സോ വിൽ ബി ഹാവിങ് 2 as 1 or b as 1. Then we have C. C എന്ന് പറഞ്ഞാൽ ഐ ട്രൂ ആണ്. ഓക്കെ, ഐ ട്രൂ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ മൂന്നാമത്തെ വിൽ ബി ഹാവിങ് രണ്ടാമത്തെ ഓപ്ഷനും ഇതുണ്ട്. ഐ ട്രൂ ആണെങ്കിൽ ഈ ഫാൾസ് ആണെന്നാണ് പറയുന്നത്. ഐ ട്രൂ ആണെങ്കിൽ ഓക്കെ ഈ ഫാൾസ് ആണ്, ശരിയാണ്. ഓക്കെ, ഐ ട്രൂ ആണെങ്കിൽ ഈ ഫാൾസ് ആണ്, ശരിയാണ്. ഇത് ശരിയാണ്. ഓക്കെ, കാരണം ഐയും ഇയും കോൺട്രഡിക്റ്റ്. പക്ഷേ ഐ ട്രൂ ആണെങ്കിൽ എ ട്രൂ ആണ്. പക്ഷെ ഐ ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ എ ട്രൂ ആവണം നിർബന്ധമില്ല. ഐ ട്രൂ ആണെങ്കിൽ എ വിൽ ബി അൺഡിറ്റർമൈൻഡ്. എ ട്രൂ ആവാം, എ ഫാൾസ് ആവാം, അൺഡിറ്റർമൈൻഡ് ആവാം. സോ ബേസിക്കലി എന്ത് സംഭവിക്കും? വിൽ ബി ഹാവിങ് 2 അല്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4ലേക്ക് വരുന്നു. ഐ ട്രൂ ആണെങ്കിൽ ഓക്കെ ഓ എന്തായിരിക്കും? ബോത്ത് ക്യാൻ ബി ട്രൂ ആണ്, ഓ അൺഡിറ്റർമൈൻഡ് ആണ്. ഐ ട്രൂ ആണെങ്കിൽ ഈ ഫാൾസ് ആണ്. സോ വിൽ ബി ഹാവിങ് C as 4, of course D as 2. So we'll be having A as 3, B as 1, C as 4, and D as 2. We have option D as a correct answer. Okay, for this particular question, okay, so particular question we'll be having, okay, we'll be having both as, okay, option D as correct answer. Okay, option D as a correct answer. So this is it. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു ആസ്പെക്റ്റിന്റെ, അതായത് ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഉത്തരം ചെയ്യുകയെന്ന് വെച്ചാൽ ആ ടേബിൾ ബൈഹാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കരുത്. ടേബിൾ അപ്പം എല്ലാം കൂടി ഇരുത്തി വരച്ച് 16 ആലോചിച്ച് നമുക്ക് ഏകദേശം 3, 4, 12 ഇരുത്തി എഴുതാൻ നമുക്ക് ആവശ്യമില്ല. സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് ആകെ ഏതാണ് ചോദിച്ചത് അത് വെച്ചിട്ട് മാത്രം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ ഡിറ്റർമൈൻഡ് ആണോ അൺഡിറ്റർമൈൻഡ് ആണോ ഓക്കെ എന്നുള്ളത്. ക്യാൻ ബി കനോട്ട് ബി ആണ് സെർട്ടൈൻ. ഓക്കെ, ക്യാൻ ബി എ അൺസെർട്ടൈൻ എന്ന് പറയാൻ പറ്റൂല. ക്യാൻ ബി എ മേ ബി. ഓക്കെ, 100% ഉറപ്പ് പറയാൻ പറ്റൂല. മേ ബി ആവാം, പക്ഷെ ആവണം നിർബന്ധമല്ല. ഓക്കെ, ആവണമെന്ന് നിർബന്ധമല്ല. then we have സബാൾട്ടന്റെ കേസ് സീനാണ്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് കോൺട്രി വരുന്ന കേസുകളിൽ നമുക്ക് ഫാൾസിന്റെ കേസിലും അല്ലെങ്കിൽ സബ് കോൺട്രി വരുന്ന കേസിലും ട്രൂവിന്റെ കേസിലും ഒക്കെ ആസ്പെക്റ്റുകളിലേക്കുണ്ട്. പിന്നെ ഇത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണക്ഷൻ വരുമ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരും. നിങ്ങൾ ആകെ എത്ര ആലോചിച്ചാൽ മതി, എ ട്രൂ ആയ ഈ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലേ, അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാച്ച് ലിസ്റ്റ് ഫോളോയിങ്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്നുമില്ലത്? ഇല്ല, സെയിം ക്വസ്റ്റ്യൻ അല്ല. നോക്കാം എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. സോ വി ഹാവ് ഐ ഈസ് ട്രൂ. ഓക്കെ, ഐ ഈസ് ട്രൂ. ഐ ട്രൂ ആണെങ്കിൽ നേരെ എന്ത് പോയി നോക്കുക അറിയാം? ഓക്കെ, ആദ്യം നേരെ പോയി നോക്കേണ്ടത് കോൺട്രാഡിക്ടറി ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ അതിൻ്റെ കോൺട്രാഡിക്ടറി ഉണ്ടോ? അതിൻ്റെ കോൺട്രാഡിക്ടറി ഏതാണ്? ഇ ആണ്. ഓക്കെ, അതിൻ്റെ കോൺട്രാഡിക്ടറി ഏതാണ്? ഇ ആണ്. അപ്പോൾ ഐ ട്രൂ ആണെങ്കിൽ ഓക്കെ ഈ ഫാൾസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഐ ട്രൂ ആണെങ്കിൽ ഈ ഫാൾസ് ഉണ്ടോ എന്നുള്ള ഒരു ആസ്പെക്ട് നോക്കാം. ഈ ഫാൾസ് ഉണ്ട്. ഓക്കെ, ഐ ട്രൂ ആണെങ്കിൽ ഈ ഫാൾസ് ഉണ്ട്. എ അൺഡിറ്റർമൈൻഡ് ആണെന്ന് പറയുന്നത്. എ അൺഡിറ്റർമൈൻഡ് ആണോ വരിക? പറയൂ.
ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ പറയാ? I true, E false, A undetermined, B I is false, A is false, E is true, C O is true, or true ആണെങ്കിൽ E and I undetermined, O is false, E is false. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ആൻസർ കൂടുതൽ വന്നിട്ടുള്ളത് ബി ആണ്. ഓക്കെ, ആൻസർ കൂടുതൽ വന്നിട്ടുള്ളത് ബി ആണ്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ബി കാരുണ്ട്. ബിയുടെ സി ഓപ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഓ ഈസ് ട്രൂ, ദെൻ വി ഹാവ് ഇ ആൻഡ് ഐ അൺഡിറ്റർമൈൻഡ്. ഓ ട്രൂ ആണെങ്കിൽ ഓക്കെ, ഇ ആൻഡ് ഐ അൺഡിറ്റർമൈൻഡ് ആണ്. യെസ്, ഡി ഈസ് ഓ ട്രൂ ആണെങ്കിൽ ഇ ആൻഡ് ഐ അൺഡിറ്റർമൈൻഡ് ആണോ? ഓ ട്രൂ ആണെങ്കിൽ ഇ ആൻഡ് ഐ അൺഡിറ്റർമൈൻഡ് ആണോ? അല്ലേ? നമുക്ക് എന്താണ് ഇപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ബി ഓപ്ഷൻ തന്നെ നോക്കാം ആദ്യം. ഈ ഐ ഈസ് ട്രൂ, ഐ ട്രൂ ആണെങ്കിൽ ഓക്കെ, ഒരുപാട് ഓപ്ഷൻ ബി ഉള്ളതുകൊണ്ട് ഐ എം ഡയറക്ട്ലി മൂവിങ് ടു ദ ബി ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ട്രൂ ഉണ്ടെങ്കിൽ വിൽ ബി ഹാവിങ് ഇ ഫാൾസ്. ഓക്കെ, ഐ ട്രൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇ ഫാൾസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എ ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എ ട്രൂ ആവാനുള്ള ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതല്ലേ? ഓക്കെ, ഐ ട്രൂ ആണെങ്കിൽ ഈ ഫാൾസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, there may be a chance if I true. സാധ്യത ഉണ്ടെന്നല്ലേ? ഉറപ്പാണ് ഈ ഫാൾസ് ആയിരിക്കും, എ അൺഡിറ്റർമൈൻഡ് ആവാം. ഓക്കെ, എ അൺഡിറ്റർമൈൻഡ് ആവാം. ഇനി ബി ഐ ഫാൾസ് ആണെങ്കിൽ എ ഫാൾസ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ ഐയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോൺട്രഡിക്ടറി ആണ് എന്നുള്ളത് കൊണ്ട് ഓക്കെ, ഐ ഫാൾസ് ആണെങ്കിൽ ഇ ട്രൂ ആയിരിക്കും. സോ വി ഹാവ് ബി എസ് 3. ഓക്കെ, ബി എസ് 3. ദെൻ വി ഹാവ് സി. ഇഫ് ഓ ഈസ് ട്രൂ, ഓ ട്രൂ ആണെങ്കിൽ ഇ ആൻഡ് ഐ അൺഡിറ്റർമൈൻഡ് ആണോ എന്നുള്ളതാണ്. സോ വി ഹാവ് ഓ ട്രൂ, ഐ ബോത്ത് ക്യാൻ ബി ട്രൂ ആണ്. ബോത്ത് ക്യാൻ ബി ട്രൂ ആയതുകൊണ്ട് ഐ അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. ഓ ട്രൂ ആവുമ്പം ഈ ട്രൂവും ആവാം ഫാൾസും ആവാം, ഇയും അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. സോ വിൽ ബി ഹാവിങ് ഓക്കെ ഐ ആൻഡ് ഇ C1. Okay, we'll be having C1. Then we have option D. O false ആണെങ്കിൽ ഓക്കെ, ഓ ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ വിൽ ബി ഹാവിങ് ES false. ഓക്കെ, ഓ ഫാൾസ് ആവുന്ന സമയത്ത് ഈ ഫാൾസ് ആവാനുള്ള ഓക്കെ ബേസിക്കലി സാധ്യത ഉണ്ട് എന്നല്ല, ഉറപ്പാണ് അല്ലെ? സാധ്യത ഉണ്ട് എന്നല്ല, പക്ഷെ തിരിച്ച് അങ്ങനെ ആവണമെന്നില്ല. ഈ ഫാൾസ് ആണെങ്കിൽ ഓ ഫാൾസ് ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പക്ഷെ അല്ലേ, ഈ ഫാൾസ് ആണെങ്കിൽ ഓ ഫാൾസ് ആവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഓ ഫാൾസ് ആണെങ്കിൽ ഈ ഫാൾസ് ആവും എന്ന് നിർബന്ധമാണ്. ഓക്കെ, നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് മനസ്സിലാക്കാനുള്ളത്. സോ വി ഹാവ് ഓപ്ഷൻ ബി ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആസ് എ കറക്റ്റ് ആൻസർ for this particular question. Okay, for this particular question. I hope it's clear. Moving to next one. Question number 4. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളതാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 വി ഹാവ് ഈ ഫാൾസ്. ഓക്കെ, ഈ ഫാൾസ്. അപ്പോൾ ഈ ഫാൾസ് എന്ന് പറയുമ്പോൾ എന്താ വരിക നമുക്ക് നോക്കാം. ഈ ഫാൾസ് എന്ന് പറയുമ്പോൾ ഈ ആകെ ബാക്കി മൂന്നും ഈ ആയതുകൊണ്ട് ആകെ ഒന്നുകൂടി ഈ ഫാൾസ് പറയാം, അല്ലെങ്കിൽ എ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം ഈ ഫാൾസ് ആണെങ്കിൽ ഓ എന്താന്ന് ചോദിച്ചാൽ ഓ ഫാൾസ് ആവാം, ഓ ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. സോ വിൽ ബി ഹാവിങ് അൺഡിറ്റർമൈൻഡ്. സോ ഈ ഫാൾസ് ആണെങ്കിൽ വിൽ ബി ഹാവിങ് ഓ അൺഡിറ്റർമൈൻഡ്. സോ വി ഹാവ് എ as 1. എ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് as 1.
എ എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ ഓപ്ഷൻ ആസ് 1 അല്ലേ? അത് നിങ്ങൾക്ക് തറവായാൽ പലപ്പോഴും ക്വസ്റ്റ്യനിലേക്ക് അത് തറവായാൽ A1 ആയിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് തന്നെ തീരുമാനമാക്കാം. അവിടെ വെച്ചിട്ട് തീരുമാനമാക്കണമെങ്കിൽ എന്ത് വേണം അറിയോ? ഈ ഫാൾസ് ആണെങ്കിൽ ലോ അൺഡിറ്റർമൈൻഡ് ആണ് എന്ന് 100% ഉറപ്പ് പറയാനുള്ള ധൈര്യം വേണം അല്ലേ? 100% നമുക്ക് പറയാനുള്ള ധൈര്യം വേണം. അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം തീരുമാനമാക്കാം. ഓക്കെ, അവിടെ വെച്ചിട്ട് തന്നെ ഉത്തരം തീരുമാനമാക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ പക്ഷെ അതേസമയം ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കേസിൽ ബാക്കിയൊക്കെ ഇയു ആണ്. ബാക്കിയൊക്കെ ഇയു ആണ് എന്നുള്ളതാണ്. ഓ ട്രൂ ആണെങ്കിൽ എന്താണെന്നുള്ളതാണ്. ഓ ട്രൂ ആണെങ്കിൽ അഗെയിൻ വി ഹാവ് ഈ അൺഡിറ്റർമൈൻഡ് ആണ്. ഓ ട്രൂ ആണെങ്കിൽ ഈ അൺഡിറ്റർമൈൻഡ് ആണ്. ഈ അൺഡിറ്റർമൈൻഡ് ആണ്. ദെൻ വി ഹാവ് ഐ ഫാൾസ് ആണെങ്കിൽ വി ഹാവ് ഐ ഫാൾസ് ആണെങ്കിൽ ഐ ഫാൾസ് ആണെങ്കിൽ വി ഹാവ് ഈ ട്രൂ ആണ് ബിക്കോസ് കോൺട്രഡിക്ടറി ആണ് റിലേഷൻഷിപ്പ്. എ ട്രൂ ആണെങ്കിൽ വി ഹാവ് ഈ ഫാൾസ് ആണ് ബിക്കോസ് ബോത്ത് കനോട്ട് ബി ട്രൂ. ബോത്ത് കനോട്ട് ബി ട്രൂ. ബോത്ത് കനോട്ട് ബി ട്രൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. സോ വിൽ ബി ഹാവിംഗ് ഓപ്ഷൻ ഡി as a correct answer. Question number 4, option D as a correct answer. ബി ട്രൂ അല്ലേന്നോ? ഓ ട്രൂ ആണെങ്കിൽ ഈ ട്രൂ ആവാതിരിക്കാം. ഓപ്ഷനിലെ ബി ട്രൂ ആണോന്ന് ചോദിച്ചത്. നോക്കാം, സാധ്യതയുണ്ടെങ്കിൽ. ഈ ഫാൾസ് ആണെങ്കിൽ എങ്ങനെ ട്രൂ ആവണേ? ഈ ഫാൾസ് ആണെങ്കിൽ ഈ അൺഡിറ്റർമൈൻഡ് ആവോ? ഒരിക്കലും ആവില്ലല്ലോ. ബി തെറ്റാ. പക്ഷെ ഇങ്ങനെ വരട്ടോ, ഈ ഫാൾസ് ആണെങ്കിൽ ഈ ഫാൾസ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഈ ഫാൾസ് ആണെങ്കിൽ ഈ ഫാൾസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ തസ്ലീമ? ഹലോ ഹലോ ഹലോ. ഉണ്ടില്ല എന്നതാ? അല്ലല്ല, ഇതിന്റെ ഫോണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഹോട്ട്സ്പോട്ട് പെട്ടെന്ന് കണക്ഷൻ ആയതാണ്. പ്രശ്നമാക്കണ്ട. ചാർജ് ചെയ്യുന്ന എനിക്ക് തരാനാട്ടോ. അപ്പൊ റെഡി ആയല്ലേ? ഇപ്പൊ റെഡിയാണ്. അല്ലോ. ഓക്കെ. സോ let me സബാൾട്ടേണിൽ ഒരിക്കലും സെർട്ടൈൻ ആയിട്ട് വരില്ല. ഈ ബോത്ത് ക്യാൻ ബി എന്ന് പറഞ്ഞ ഒരിക്കലും സെർട്ടൈൻ ആവില്ല. സെർട്ടൈൻ ആവണമെങ്കിൽ കനോട്ട് വേണം. സെർട്ടൈൻ ആണെങ്കിൽ കനോട്ട് വേണം. സബാൾട്ടേണിൽ നമുക്ക് കനോട്ട് ഇല്ല. ദാറ്റ്സ് ഇറ്റ്. സോ മൂവിങ് ടു 5th ക്വസ്റ്റ്യൻ. എന്നാ തൽക്കാലം ഈ പ്രശ്നം തീർന്നല്ലോ അല്ലേ? ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കൊരു അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടുള്ള മൊത്തം ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫാൾസിറ്റി കഴിഞ്ഞ ടൈമിലോ എൻ്റെ മുമ്പത്തെ ടൈമിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ ഇനി ജാറഫ് ക്ലബിലൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇത് നമ്മളെ മൂന്നാമത്തെ റിവിഷൻ ആയിരിക്കും. നമ്മൾ 8 ടോട്ടൽ റിവിഷനിലൊക്കെ അങ്ങനെയൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ. ഇത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, പല ആസ്പെക്റ്റുകൾ ഉണ്ടാവും. സോ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ടാബിളൊക്കെ യൂസ് ചെയ്യാം. ടാബിള് പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിൽ അൾട്ടിമേറ്റ്ലി എന്താ അറിയോ, നമ്മളെപ്പോഴും പറയില്ലേ, നിങ്ങൾ ഈ നമ്പർ സീരീസ് എഴുതുന്ന സമയത്ത്, ലെറ്റർ സീരീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ? ആദ്യമൊക്കെ സമയം A1 B2 C3 ഇങ്ങനെ 26 എഴുതി വെച്ചിട്ടൊക്കെ ചെയ്തുകൂടെ ചോദിച്ചാൽ എഴുതി വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യൂല. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇജോട്ടിയാണ് യൂസ് ചെയ്യുക. ഇജോട്ടി എന്ന് പറയുമ്പോൾ 5ാമത്തെ 10ാമത്തെ അല്ലേ, നമ്മളെല്ലാവരും 15ാമത്തെ 20ാമത്തെ ഇതാണ് യൂസ് ചെയ്യുക. ഇതിങ്ങനെ സെറ്റ് വരെ എഴുതി വെക്കൂല. അതെന്താ അങ്ങനെ സെറ്റ് വരെ എഴുതി വെക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് കൺസ്യൂം ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയം നമുക്ക് എക്സാമിനേഷൻ ആൾ ഉണ്ടാവില്ല. നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് സമയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ആ ബോക്സ് അങ്ങ് വരച്ചു വെച്ചിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ആ ബോക്സ് വരച്ചു വെക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല.
അല്ലെങ്കിൽ ആ സമയം കൂടി നമുക്കിത് ആലോചിച്ച് വന്നാൽ ഈ ഇതിലിപ്പോൾ ആകെ ഈ ഫാൾസ് ആണെങ്കിൽ ഓക്കെ, നമുക്കറിയാവുന്ന ഒരു സാധനമാണ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഓ അൺഡിറ്റർമൈൻഡ് ആണ് നമുക്കറിയാം. ഓക്കെ, ബി ഇതാണെങ്കിൽ ട്രൂ ആണെങ്കിൽ നമുക്കറിയാം ഈ അൺഡിറ്റർമൈൻഡ് ആണ്. സി ഫാൾസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മളെ കോൺട്രഡിക്ടറിയിൽ ഈ ട്രൂ ആണ്. എ ട്രൂ ആണെങ്കിൽ നമുക്കറിയാം ഈ നാലെണ്ണം നമുക്ക് അറിഞ്ഞാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 4 ചോദ്യം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതല്ല കേട്ടോ. ഈ 4 ചോദ്യം 4 ഡിഫറെൻറ്റ് ഷിഫ്റ്റിൽ ചോദിച്ചതാണ്. നിങ്ങളെ പരീക്ഷയ്ക്ക് ഇത് ഒന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ ഈ 4 കാര്യം നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങളെ ഈ ചോദ്യം കഴിഞ്ഞു. മറ്റേ നിങ്ങൾ 10, 12, 14 ടേബിൾ അപ്പോൾ ആലോചിച്ചിരുന്ന് വരക്കുമ്പോഴത്തിനും സമയം എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നോക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടം. എൻ്റെ ഉത്തരം കിട്ടിയാൽ മതി. മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് among the following are contradictory proposition? ഓക്കെ, ഏതൊക്കെയാണ് കോൺട്രഡിക്ടറി പ്രപ്പോസിഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോൺട്രഡിക്ടറി. അപ്പോൾ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ വി ഹാവ് എ ഓ ഇ ഐ, ഇതിനെയാണ് നമ്മൾ കോൺട്രഡിക്ടറി പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രഡിക്ടറി പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എ ആണ്, ഇത് ഐ ആണ്, ഇത് ഇ ആണ്, ഇത് ഓ ആണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കുക, സബ്ജക്റ്റും വാട്ട് വി ക്യാൻ സേ പ്രെഡിക്കേറ്റും മാറിക്കൊണ്ട് നമുക്ക് സെയിം സാധനത്തിന് കോൺട്രഡിക്ടറി പറയാൻ പറ്റൂലേ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ആസ്പെക്റ്റാണ്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ആസ്പെക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ സമസമനോട്ട് നോക്കുക. ഇവിടെ നോക്കുക, നിങ്ങൾ ഇതിൻ്റെ ബേസിക് ആസ്പെക്റ്റിൽ ജഡ്ജസ് ആണ്, ലോയേഴ്സ് ആണ്, ജഡ്ജസ് ആണ്, ലോയേഴ്സ് ആണ്, ജഡ്ജസ് ആണ്, ലോയേഴ്സ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ വരെ ലോയേഴ്സ് ആണ്, ജഡ്ജസ് ആണെന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ടെണ്ണത്തിൽ ഒരു ഓക്കെ വി ഹാവ് ലോയേഴ്സ് ആൻഡ് ജഡ്ജസ് എന്നുള്ളതാണ് ഓക്കെ അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് കോൺട്രഡിക്ടറി വരിക? അപ്പം ഇത് രണ്ടും കൺസിഡർ ചെയ്യില്ല നമ്മൾ. ഓക്കെ, വി ഹാവ് എ ആൻഡ് ഒ, എ ആൻഡ് ഡി. ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം പെട്ടെന്ന് അത് മാറിപ്പോവരുത് എന്ന് പറയുന്നത് ഇത് എവിടെ മിസ്റ്റേക്ക് പറ്റുക അറിയോ? ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, പെട്ടെന്ന് ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ സം ലോയേഴ്സ് ആണ് ഓടിച്ചു. ഇവിടെ ഇപ്പം ഓളില്ലേ, ഓളിൻ്റെ സം നോട്ട്, ഇവിടെ സം നോട്ട്. നമ്മൾ ഇവിടെ സം നോട്ട് കാണുമ്പോൾ നമ്മൾ അവിടെ തീരുമാനിക്കും അല്ലേ, ഉറപ്പിക്കും. പക്ഷേ ഇവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറിയിട്ടുണ്ട്. ഇമാതിരി ചോദ്യം ഇതുവരെ ചോദിച്ചില്ല കേട്ടോ, ഇപ്രാവശ്യം ചോദിച്ചത്. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയത് ഇപ്രാവശ്യമാണ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ അതിന് റെഡി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ സം നോട്ട് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യരുത്. നിങ്ങൾ എന്തുകൂടി ചെയ്യണം, അവർ ആ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂടി ഓക്കെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മ. ഓക്കെ, എ ഇ എന്നുള്ളത് ഇവിടെ അല്ലാന്നേ ഉള്ളൂ, എല്ലായിടത്തും ഇല്ലാതിരിക്കണം നിർബന്ധമൊന്നുമില്ല. എല്ലാ ചോദ്യത്തിനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇവിടെ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, എയും സം നോട്ടുമാണ്. അപ്പോൾ നമ്മളിവിടെ ഓളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ണിങ്ങോട്ടാ പോയതെങ്കിൽ സം നോട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ എയും ഇയും ആണ്. ഓപ്ഷനിൽ എയും ഇയും ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം നമ്മൾ ചിലപ്പോൾ എഴുതും. പക്ഷേ മനസ്സിലാക്കുക, ഇതും സം നോട്ടാണ്, ഇതും സം നോട്ടാണ്. ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ജഡ്ജസ് സബ്ജക്റ്റ് ലോയേഴ്സ് പ്രെഡിക്കേറ്റും ആണ്. ഇവിടെ ജഡ്ജസ് സബ്ജക്റ്റും ആണ്, ലോയേഴ്സ്. ഇവിടെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കോൺട്രറി സബ് കോൺട്രറി പറയുമ്പോൾ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രവേർഷൻ വേറെ ആസ്പെക്റ്റിലേക്ക് വരുന്നതാണ്. മേ ബി നാളത്തോട് കൂടിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് among the following are contrary proposition? ഇവിടെയും ചങ്ങായിമാരാ പണിയെടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വിച്ച് among the following are contrary proposition? Easy one. Contrary എന്ന് പറഞ്ഞാൽ എയും ഇയുമാണ്. ഓക്കെ, എയും ഇയുമാണ്. വി ഹാവ് കോൺട്രറി പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് അറ്റ് എയും ഇയും. അപ്പോൾ എ ഓൾ പോയിറ്റ്സ് ആർ ഡ്രീമേഴ്സ് ആണ്. പിന്നെ ഇ ആണ്. സമ്മ് നോക്കണ്ട, സം നോട്ട് നോക്കണ്ട, രണ്ടിനും ഉണ്ട്. ഇവിടെ സ്ക്വയേഴ്സ് ആർ സർക്കിൾസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വി ഹാവ് ഇവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റിയിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറിയിട്ടില്ല, സെയിം തന്നെയാണ്. സോ എ ആൻഡ് ഇ വി ഹാവ് ഓപ്ഷൻ ഡി ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ വി ഹാവ് എ ആൻഡ് ഇ ഓപ്ഷൻ ഡി ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട
പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് സിലോജിസം പോലെ, ഇതിപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ സിലോജിസം പോലെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ പോയറ്റ്സ് ആർ ഡ്രീമേഴ്സ് അല്ലേ, സം പോയറ്റ്സ് ആർ, ഇതൊക്കെ ഇവിടെ ചെയ്തിട്ട് നമ്മളിത് എന്താ ചെയ്യുക? ഇവിടെ ചോദിച്ചത് എന്താണ്? കോൺട്രി എന്നുള്ളതല്ലേ. ഇവിടെ ഏതാ ട്രൂ ഏതാ ഫാൾസ് എന്നൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. നമ്മൾ വെൻഡാഗ്രാമൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് എന്താ കാണേണ്ടി എന്നുള്ളത് പ്രശ്നമല്ലേ. ഇവിടെ ആകെ ചോദിച്ചത് കോൺട്രി ഏതാ, കോൺട്രി അല്ലാത്ത ഏതാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിലോജിസം ചെയ്യുന്ന പോലെ ചെയ്താൽ പണി കിട്ടും. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആവണം. Question number 7. When two prepositions with the same subject and predicate terms agree in quality but differ in quantity are known as എന്താണ്? Quality or different in quantity. ഏതാണ്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ബേസിക് സാധനം തന്നെയുണ്ട് റിസർച്ചത്തൊക്കെ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ആണ്, ആ നമ്പറാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ക്വാണ്ടിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ക്വാളിറ്റി എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് അത് അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. അതാണ് രണ്ട് ക്വാളിറ്റി. ജയിച്ചു തോറ്റു എന്നുള്ളതാണ് രണ്ട് ക്വാളിറ്റി. ഇത്ര മനസ്സിലാക്കുക. ജയിച്ചു തോറ്റു എന്നുള്ളത് രണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റിയാണ്. അതേസമയം എല്ലാവരും ജയിച്ചു കുറച്ച് കുട്ടികൾ ജയിച്ചു എന്നുള്ളത് രണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി അല്ല, രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കാം, കോൺട്രി രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണോ അല്ലേ? എന്താണ് കോൺട്രി? കോൺട്രി രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണോ അല്ലേ? രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണോ അല്ലേ? ക്വാണ്ടിറ്റി തന്നെ അല്ലേ സംഭവം. നോയും തോണെങ്കിലും നോയും ആളുടെ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണ് പറയുക. എന്താ പറയുക? രണ്ട് യൂണിവേഴ്സൽ ആണ് അല്ലേ. യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമുക്ക് സെയിം ക്വാണ്ടിറ്റി എന്ന് എടുക്കാം. ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഒക്കെ ഉടനെയും കാണാൻ നിങ്ങൾ പറയേണ്ടി. അപ്പോൾ ഇവിടെ വി ഹാവ് സെയിം ക്വാണ്ടിറ്റി ബട്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി അല്ലേ. ഡിഫറെൻറ്റ് ക്വാളിറ്റി. ഓക്കെ, ഡിഫറെൻറ്റ് ക്വാളിറ്റി. ഓക്കെ, ഇനി സബ് കോൺട്രിയിൽ എന്താ സംഭവിക്കുന്നത്? സബ് കോൺട്രിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ബട്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി. സമ്മും സമ്മിനോട്ടും അങ്ങനെ തന്നെയല്ലേ? സെയിം ക്വാണ്ടിറ്റി ഡിഫറെൻറ്റ് ക്വാളിറ്റി അങ്ങനെ തന്നെയല്ലേ അർച്ചന? അങ്ങനെ തന്നെയല്ലേ? യെസ്. ഓക്കെ, ദെൻ വി ഹാവ് കോൺട്രഡിക്ടറി. കോൺട്രഡിക്ടറിയുടെ പ്രത്യേകത എന്താ? ഓളും സം നോട്ടും നോയും സമ്മും ആണ്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയാണ്, ഡിഫറെൻറ്റ് ക്വാളിറ്റിയുമാണ്. ഓക്കെ, കറസ്പോണ്ടിങ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കറസ്പോണ്ടിങ് ഈസ് അനദർ നെയിം ഫോർ സബാൾട്ടേൺ അല്ലേ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ അത് സബാൾട്ടൻ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, കറസ്പോണ്ടിങ് ഈസ് അനദർ നെയിം ഫോർ സബാൾട്ടൻ. ഏതുപോലെ? ഓക്കെ, അനൈകാന്തിക ഈസ് അനദർ നെയിം ഫോർ സവ്യാഭിചാര ആൻഡ് സാധ്യാസമം. എന്താണ് സധ്യാസമ? ഈസ് അനദർ നെയിം ഫോർ ഏതേനി? ഓക്കെ,
അങ്ങനെയൊന്നുമില്ല അല്ലേ, നമ്മൾ പഠിച്ച പരീക്ഷയ്ക്കല്ല, വേറെ പരീക്ഷയ്ക്കാണ്. ഓക്കെ, അസിത്ത ഓർ വാട്ടർ വെയിറ്റീസ് പോട്ടെ, പഠിച്ച തൊട്ടില്ല. സോ വി ഹാവ് സബാൾട്ടൺ. സബാൾട്ടൺ എന്ന് പറയുമ്പോൾ എന്താ? വി ഹാവ് ഹിയർ, ഓക്കെ, ഓളും സമ്മും വി ഹാവ് സെയിം ക്വാളിറ്റി ബട്ട് ഡിഫറൻറ്റ്. സോറി ഞാൻ എല്ലാ കേസിലും ആദ്യം ക്വാണ്ടിറ്റി ചെയ്തിട്ട് ഇനി ഇവിടെ മാത്രം ആദ്യം ക്വാളിറ്റി ചെയ്തിട്ടുണ്ടാകും. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആൻഡ് സെയിം ക്വാളിറ്റി. ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കറസ്പോണ്ടിങ് ഓർ സബാൾട്ടൺ. പക്ഷേ ഞാൻ 4 എഴുതിയത് 4 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പല രീതിയിൽ 4 ചോദിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, 4 ചോദിച്ചേക്കാം, ഓക്കെ, എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ബേസിക്കലി വി ഹാവ് കോൺട്രി എന്ന് പറയുമ്പോൾ സെയിം ക്വാണ്ടിറ്റി ആണ്, ഡിഫറെൻറ്റ് ക്വാളിറ്റി ആണ്. സബ് കോൺട്രി എന്ന് പറയുമ്പോഴും സെയിം ക്വാണ്ടിറ്റി ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ക്വാളിറ്റി ആണ്. കോൺട്രഡിക്റ്ററി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണ്, ഡിഫറെൻറ്റ് ക്വാളിറ്റി ആണ്. സബാൾട്ടേൺ എന്നില്ലെങ്കിൽ സബാൾട്ടേണിൻ്റെ മറ്റൊരു പേരായിട്ടുള്ള കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണ്, വി ഹാവ് സെയിം ക്വാളിറ്റി. ക്ലിയർ ആണല്ലോ ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. If the statement all cows are herbivorous is given as true, which of the following statement can be immediately inferred to be true? ഈസി ആണല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. എ ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ട് ട്രൂ ഏതാ പറയാൻ പറ്റുക? ഐ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. എന്താണ് സാർ? ഓക്കെ, എ ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ട് ഐ ട്രൂ ആണെന്ന് പറയും. എ ട്രൂ ആണെങ്കിൽ വേറെ ഏത് ഉറപ്പായിട്ട് ട്രൂ ആണെന്ന് പറയാൻ പറ്റൂല. സോ വിൽ ബി ഹാവിങ് സം കൗസ് ആർ ഹെർബിവോറസ്, ഓപ്ഷൻ ബി. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, ഈ ചെങ്ങായിമാർ ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒരുപാട് മാറ്റുന്നുണ്ട്. മുമ്പ് നോർമലി വരാത്തൊരു കേസാണ്. ഓക്കെ, മുമ്പ് നോർമലി വരാത്ത ഒരു കേസാണ് എന്ന് മനസ്സിലാക്കുക. ആഹാ ഹാ ഹാ, തസ്ലീം എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നുണ്ടോ? ചിരിക്കുമ്പോൾ എന്നെ എങ്ങനെ കാണുക? ഓ ഹാ ഹാ അല്ലേ? ഇപ്പോൾ കാണുന്നില്ലേ? മനസ്സിലായി. യെസ്, 1 or 2 ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എന്താ അറിയില്ല, ഒരു സാധാരണ അങ്ങനെ കറണ്ട് പോകാറില്ല. വി ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following statement are related cannot both be true, can both be false? നമ്മൾ ഈ ലോജിക്കൽ റീസണിങ്ങിലെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഒക്കെ ലോജിക്കൽ റീസണിങ്ങിലെ സ്ക്വയർ ഓഫ് ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിലെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഒക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ വിൽ സേ ദിസ് വൺ അല്ലേ? ഇത് അതായത് ആദ്യം ഞാനൊക്കെ ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ തിയറി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പരീക്ഷ എഴുതുമ്പോൾ cannot be both true, can be both false ആകുമ്പോൾ മനസ്സിലിങ്ങനെ ആലോചിക്കും, രണ്ടും ട്രൂ ആവില്ല, രണ്ടും ഫാൾസ് ആവില്ല, ഉത്തരം ഉണ്ടാവും. ഇപ്പം ഈ ചോദ്യം കണ്ടപ്പോൾ ഒരു ആശ്വാസം അല്ലേ? ഇപ്പോൾ ചോദ്യം കണ്ടപ്പോൾ നല്ല പരിചയമുള്ള ചോദ്യമാണല്ലോ, നല്ല അറിയുന്ന ചോദ്യമാണല്ലോ എന്നുള്ള ഒരു ആശ്വാസം വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഈസി വൺ. cannot be true, cannot both be true nor can they both be false എന്ന് പറഞ്ഞാൽ രണ്ടും ആവില്ല എന്നുള്ളതല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതാണ്? cannot both be true nor can they both be false. എന്താ റിലേഷൻഷിപ്പ്? ട്രൂ ആവൂല, ഫാൾസും ആവൂല. ഏതാണ്? ട്രൂ ആവൂല, ഫാൾസും ആവൂല. വി ഹാവ്, വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ്? cannot both be true, cannot both be false. എന്തോ ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വന്നുകൊണ്ടല്ലേ? നോർ ക്യാൻ ദേ ബോത്ത് ബി ഫാൾസ് എന്ന് പറയുമ്പോൾ രണ്ടും ആവില്ല എന്നല്ല വരുന്നത്.
ഇംഗ്ലീഷുകാരെ ശരിക്കും സാധാരണ ഇങ്ങനെ രണ്ടും കനോട്ടാ കൊടുക്കല്. ഈ നോർ വരുമ്പോൾ അല്ല വരിക, അങ്ങനെ തന്നെയല്ലേ വരിക? യാ, കനോട്ട് ബി ഫാൾസ്. ഓക്കെ, കനോട്ട് ബി ട്രൂ. ഓക്കെ, കനോട്ട് ബി ഫാൾസ്, കനോട്ട് ബി ട്രൂ എന്ന് പറയുമ്പോൾ വി ഹാവ് ദ റിലേഷൻഷിപ്പ് ആസ് കോൺട്രഡിക്ടറി. ഓക്കെ, കനോട്ട് ബി ട്രൂ നോർ എന്ന് പറയുമ്പോൾ ഫാൾസും ആവില്ല, റിലേഷൻഷിപ്പ് കോൺട്രഡിക്ടറി ആണ്. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിൽ എ ആൻഡ് ഒ ആണ്, അല്ലെങ്കിൽ ഇ ആൻഡ് ഐ ആവണം. ഓക്കെ, ഇത് എ ആണ്, ഇത് ഒ ആണ്, അപ്പോൾ എ ആൻഡ് സി ആവാം, അല്ലെങ്കിൽ ഇത് ഇ ആണ്, ഐ ആൻഡ് ബി ആൻഡ് ഡി ആവാം. ബി ആൻഡ് ഡി ഉണ്ടോ അല്ലെ? എ ആൻഡ് സി. ഓപ്ഷൻ എ ഇസ് എ കറക്റ്റ് ആൻസർ. ആദ്യം കുറേ ആൾക്കാർ ഡിയിലേക്ക് പോയിട്ടുണ്ട്. അത് ക്യാൻ ബി ഫാൾസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രറിയിലേക്ക് പോയിട്ട് കോൺട്രറി റിലേഷൻഷിപ്പിലേക്ക് പോയതാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, മനസ്സിലാക്കുന്നു, പ്രശ്നമില്ല. തെറ്റ് പറ്റിയല്ലോ, ഇനി പരീക്ഷയ്ക്ക് പറ്റൂല കേട്ടോ, ഇവിടെ അത് പറ്റിയിട്ടുള്ളൂ. കോൺട്രി ആണെന്ന് വിചാരിച്ചതിന് പ്രശ്നമൊന്നുമില്ല അമല, പരീക്ഷയ്ക്ക് അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ആൻഡ് ലെറ്റ്സ് last question for the day. എന്തായിരിക്കും ആൻസർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നു. An inference is said to be immediate when more than one premise is relied upon for the conclusion. Two propositional contradictories, one is a denial of the other. ആഹാ അല്ലേ, അത് ശരിയാണ് അല്ലേ, അത് ശരിയാണ്. കാരണം ഡിനയൽ എന്ന് പറഞ്ഞ കോൺട്രാക്ടറിയുടെ വേറൊരു പേരാണ്. സബ് കോൺട്രീസ് കനോട്ട് ബോത്ത് ബി ട്രൂ ദോ ബോത്ത് ബി ഫാൾസ്. കനോട്ട് ബോത്ത് ബി ട്രൂ അല്ല, അത് ശരിക്കും കോൺട്രറി ആണ് അല്ലേ, അത് കോൺട്രറി ആണ്, അത് തെറ്റാണ്. നെഗറ്റീവ് പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ദർ പ്രെഡിക്കേറ്റ്. ചെങ്ങൈമാരെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്. നെഗറ്റീവ് പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ ഒരു 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 ക്വാളിറ്റി ഓഫ് എനി കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ determine whether its subject term is distributed. Okay. നെഗറ്റീവ് പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രെഡിക്കേറ്റ് ടൈം. നെഗറ്റീവ് പ്രപ്പോസിഷൻ നോക്കാം. ഒന്ന് ഏതാ നെഗറ്റീവ് പ്രപ്പോസിഷൻ ഉള്ളത്? യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, അതിൽ പ്രെഡിക്കേറ്റ് ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. രണ്ട് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, അതിലും പ്രെഡിക്കേറ്റ് ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ദിസ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ക്വാളിറ്റി ഓഫ് കാറ്റഗറി ഡിറ്റർമിൻ വെദർ ദ സബ്ജക്ട് ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ക്വാളിറ്റി വെച്ചിട്ടല്ല സബ്ജക്ട് ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്ന് ആലോചിക്കുന്നത് അല്ലേ. കാരണം എന്താ, നിങ്ങൾ നോക്കുക, സം കാറ്റ്സ് ആർ ആറ്റ്സ്, കാറ്റ്സ് അൺഡിസ്ട്രിബ്യൂട്ടഡാ. സം കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ്, അവിടെയും കാറ്റ്സ് അൺഡിസ്ട്രിബ്യൂട്ടഡാ. പക്ഷെ രണ്ടും ക്വാളിറ്റി ഡിഫറെൻറ്റാ. ഇപ്പൊ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല ഡിസ്ട്രിബ്യൂഷനോ അൺഡിസ്ട്രിബ്യൂഷനോ തീരുമാനിക്കുന്നത്. സോ വി ഹാവ് ഓപ്ഷൻ ബി ആൻഡ് ഡി മീൻസ് ഓപ്ഷൻ സി ആസ് എ കറക്റ്റ് ആൻസർ. We have option B and D. Okay, option C as a correct answer. Okay, option C as a correct answer for this particular question. Okay, I hope it's clear. Clear on LOLele. ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള ആദ്യത്തെ സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യനുകൾ. ഞാൻ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ലോജിക്കൽ റീസണിംഗ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആദ്യം പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ കാറ്റഗറൈസ് നിങ്ങൾക്കും നോക്കി വരാമല്ലോ, ഒക്കെ ആദ്യമായിട്ട് ഇപ്പോൾ കാണണം എന്നുള്ളതല്ലോ, ആ രീതിയിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കാം. സോ ഫോർ ദ ടൈം ബീങ് ഇത്രയാണ് നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ആദ്യത്തെ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വരും സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ മനസ്സിലായിട്ടുള്ള, ഒരു ഡൗട്ടും ഇല്ലാത്ത, വേറെ ഒന്നും എന്നോട് ചോദിക്കാനോ ഇവിടെ പറയാനോ ഇല്ലാത്ത ആളുകൾക്ക് പോവാം. ഓക്കെ, പോവാം. എല്ലാ ആളുകൾക്ക് ഡൗട്ട് ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ സാറേ ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഡൗട്ട് ചോദിച്ചു, ഇനി അതൊന്നും ഞാൻ പോയി നോക്കൂല കേട്ടോ, നിങ്ങൾ ഇപ്പോൾ ഇനി പുതുതായിട്ട് ഡൗട്ട് ചോദിക്കുക. ഓക്കെ, ഇതുവരെയുള്ള ഡൗട്ട് നമുക്ക് മുകളിൽ പോയി നോക്കാൻ പറ്റില്ല. ഓപ്ഷൻ എ ഫാൾസ് ആവാൻ എന്താ കാരണം? നല്ല ചോദ്യമാണ്. ഇതെന്ത് ബാക്കിയുള്ളവർ ചോദിക്കാനേ?
ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫറൻസുകൾ ഉണ്ട്. ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആൻഡ് മീഡിയറ്റ് ഇൻഫറൻസ്. രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫറൻസുകൾ ഉണ്ട്, ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആൻഡ് മീഡിയറ്റ് ഇൻഫറൻസ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ പ്രമിസ് ആണ് റിലേ ചെയ്യുക. മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ 2 or more പ്രമിസിന് റിലേ ചെയ്യും. അപ്പോൾ ഇവിടെ ശരിക്ക് ഇമ്മീഡിയറ്റിൽ ഒറ്റ പ്രമിസാണ് മതി, പക്ഷെ ഇവിടെ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ മോർ ദാൻ 1 പ്രമിസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫറൻസ്, അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫറൻസുകൾ ഉണ്ട്, കൺക്ലൂഷൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ ആൻഡ് മീഡിയറ്റ് കൺക്ലൂഷൻ. ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രമിസ് നിന്ന് കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ എന്ന് പറയും. ഈ കൺവേർഷനൊക്കെ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. അതേസമയം മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പ്രമിസിൽ നിന്ന് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ മീഡിയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നു, പ്രശ്നമില്ല. പരീക്ഷയ്ക്ക് ഇനി 60 ദിവസം ഉണ്ട്. എന്തൊക്കെ വരാൻ കിടക്കുന്ന റിവിഷൻ അല്ലേ? ഈ മാസം കഴിയുന്നതോടുകൂടി, അടുത്ത ആഴ്ചയോടുകൂടി, എന്നാണ് മെയ് 1 പറഞ്ഞത്, എന്നാ പറഞ്ഞത്, ഫൈനൽ ആയില്ലേ? നമ്മൾ JRF ക്ലബ്ബുകൾ തുടങ്ങും. ഇനിയും ഇതിൻ്റെ ഒരുപാട് റിവിഷൻ ഉണ്ടാവും. ഇതിൻ്റെ മാത്രം ആസ്പെക്റ്റിലേക്ക് വരും, ക്ലിയർ ആവും. മുമ്പത്തെ PYQ ചെയ്തിട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ തീരുമാനമാവും. പൂർണ്ണമായിട്ട് കൺഫ്യൂഷനൊന്നും ഒരിക്കലും തീരുമാനമാവില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് JRF ആണ് കിട്ടി പോകുന്നുള്ളതേ ഉള്ളൂ. കുറേയൊക്കെ കൺഫ്യൂഷൻ നമുക്ക് തീരുമാനമാവും, കുറേ ആസ്പെക്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം ഒരു പുതുതായിട്ട് കണ്ടുപിടിച്ച കൺഫ്യൂഷനാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സാധാ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ മാറ്റുക. അത് ഇതുവരെ മാറ്റിയിട്ടില്ലായിരുന്നു. അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ലോജിക്കൽ ഇക്വാലൻസിയിൽ, സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ. അപ്പം ബേസിക്കലി നമ്മൾ പറയാന്നുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി, നെഗറ്റീവ് പ്രപ്പോർഷൻ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രെഡിക്കേറ്റ് ടൈംസ്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അൺഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്ട് ഉണ്ടല്ലോ, അതിൽ നെഗറ്റീവ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള നോ കാറ്റ്സ് ആർ റാറ്റ്സും സം കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സും. അപ്പൊ ഈ നോ കാറ്റ്സ് ആർ റാറ്റ്സിലെ പൂച്ചകളല്ലാത്ത എലികളെ, അതായത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നോ കാറ്റ്സ് ആർ റാറ്റ്സ് ആൻഡ് സം കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ്. ഓക്കെ, സം കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും പ്രെഡിക്കേറ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സാധനം പറയുമ്പോൾ അതിൻ്റെ പോപ്പുലേഷനെ കംപ്ലീറ്റ് വരുന്ന കേസുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബേസിക്കലി അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ വരുമ്പോൾ കംപ്ലീറ്റ് വരില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ എങ്ങനെ എടുക്കുക നമ്മൾ, എന്താ പറയുക, all cats are okay rats, then we have no cats are rats, then we have some cats are rats, we have some cats are not rats. ഇതിലെ സബ്ജക്റ്റ്, ഓക്കെ, ഇതിലെ പ്രെഡിക്കേറ്റ്. സബ്ജക്ട് പ്രെഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റ്സ് ആണ്, റാറ്റ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓളിൽ സബ്ജക്റ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് വിൽ ബി അൺഡിസ്ട്രിബ്യൂട്ടഡ്. മൊത്തം പോപ്പുലേഷൻ പറയാത്തതുകൊണ്ട്. യൂണിവേഴ്സൽ നെഗറ്റീവിൽ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പെർട്ടിക്കുലർ അഫർമേറ്റീവിൽ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റ് സബ്ജക്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അല്ലേ. സം നോട്ടിൽ സബ്ജക്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ദിസ് ഈസ് ഇറ്റ്, ദിസ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. അത്രേ ഉള്ളൂ. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡിൻ്റെ കേസ്. Then any more doubts? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ, ക്വാളിറ്റി എന്ന് പറയുമ്പം എല്ലാവരും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾ ജയിച്ചു, കുറച്ച് കുട്ടികൾ തോറ്റു. ഇതാണ് ക്വാളിറ്റി ഡിഫറൻസ്, ജയിച്ചു തോറ്റു. ക്വാണ്ടിറ്റി ഡിഫറൻസ് പറഞ്ഞാൽ എല്ലാവരും ജയിച്ചു, കുറച്ച് കുട്ടികൾ ജയിച്ചു. അപ്പോൾ എല്ലാവരും കുറച്ച് കുട്ടികളും ക്വാണ്ടിറ്റിയിൽ, നമ്പറിലാണ് അവിടെ വ്യത്യാസമുള്ളത്. അതേസമയം ജയിച്ചു തോറ്റിലോ നമ്പറിലല്ല, ഔട്ട്കമ്മിലാണ്, ക്വാളിറ്റിയിലാണ് ഡിഫറൻസ് ഉള്ളത്. ദാറ്റ്സ് ഇറ്റ്. പേടിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ല സാർ, ഒത്തിരി സ്ട്രെസ് ആവുന്നു. ഇപ്പം കുറേ തവണ ആയപ്പോൾ ഇനി കിട്ടുമോ, അതും ഇപ്പോൾ ഇരിക്കണ പോലെ വീട്ടിൽ ഇരിക്കുന്നുവോ എന്ന് ഓരോരുത്തർ ചോദിച്ചത് മൈൻഡിൽ നിന്ന് പോകുന്നില്ല. ഹൗ ടു ഫോക്കസ് ഓൺലി ഓൺ സ്റ്റഡീസ്. ഇതിലുള്ളൊരു ആസ്പെക്റ്റ് ഒന്ന്,
സ്റ്റഡീസിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഓക്കെ, നമ്മളൊക്കെ ഒന്നുമില്ല. നിങ്ങൾ ഭയങ്കര നമ്മുടെ തന്നെ 2 ഗ്രൂപ്പ് കയറിയില്ലേ, ആക്ടിവിറ്റി ഗ്രൂപ്പിൽ കുറച്ച് നേരം കയറി 4 ഡൗട്ട് ചോദിച്ചാൽ തന്നെ നിങ്ങൾ സ്ട്രെസ്ഡ് ആവും. ചില ആൾക്കാരൊക്കെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇങ്ങനെ പറയണ കേട്ടാ അല്ലേ? വെറുതെ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു നോക്കും. ഓക്കെ, സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം. ഓക്കെ, ബേസിക്കലി നമ്മളെല്ലാ അർത്ഥത്തിലുള്ള പ്രഷറുകൾ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു രസകരമായ കഥയാക്കി മാറ്റേണ്ടതുണ്ട് അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് നിർത്തേണ്ടതുണ്ട്. ആ സ്ട്രെസ്സുകൾ നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് ജയിച്ചു കഴിഞ്ഞാലേ അത് നിൽക്കുള്ളൂ. അപ്പോൾ പിന്നെ പുതിയ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ എൻ്റെ സൊല്യൂഷൻ ജയിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും കേട്ടോ മേരി, നമ്മൾ കൂടുതൽ. ഓക്കെ, ബേസിക്കലി റഹ്മ, ഐഷ, ബി കുറേ ഉണ്ടല്ലോ, ആരതി, ജിഷ്ണു. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊന്നുകൂടി അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ്. കൂടുതലായിട്ട് നമുക്ക് നോക്കാം. സബാൾട്ടേൺ ട്രൂ ആകുമ്പോൾ ഈ അൺഡിറ്റർമിൻഡ് അല്ല, ഈ ട്രൂ ആകുമ്പോൾ അത് മനസ്സിലായില്ല. സബാൾട്ടേൺ ഓർ ട്രൂ ആകുമ്പോൾ ഈ അൺഡിറ്റർമൈൻഡ് ആണ്. എ ട്രൂ ആകുമ്പോൾ ഐ ട്രൂ ആണ്. അത് സബാൾട്ടേൺ റിലേഷൻഷിപ്പ് ആണ് എന്ന് കരുതിയിട്ട് എ ട്രൂ ആകുമ്പോൾ ഐ ട്രൂ ആവല്ലോ, ഉറപ്പല്ലേ? തിരിച്ചെങ്ങനെ ആവണമെന്നില്ല. അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ്. അവിടെ ഒരു എല്ലാ കുട്ടികളും ജയിച്ചു, അവിടെ ഒരു പോസിറ്റീവ് സാധനം പറയുന്നതുകൊണ്ട് അഫർമേറ്റീവ്. എല്ലാ കുട്ടികളും തോറ്റു, അവിടെ നെഗറ്റീവ് സാധനം പറയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി പോലും ജയിച്ചില്ല, അവിടെ നെഗറ്റീവ് സാധനം പറയുന്നത് എന്നുള്ളത് കൊണ്ട് ദിസ് ഈസ് ഇറ്റ്. കനോട്ടേഷൻ ഡിനോട്ടേഷൻ ഞാൻ ഇപ്പം പറയുന്നില്ല. കനോട്ടേഷൻ ഡിനോട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വരും ദിവസങ്ങൾ ഡിസ്കസ് ചെയ്യും, അപ്പം പറയാം. ഓക്കെ നാഫിയ? യോ നോർ വന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കനോട്ട് ബി ആണ്, നൈദർ നോർ എന്ന് പറയല്ലോ. ഓക്കെ, ആ ഒരു ആസ്പെക്ട് ആണത്. മൂഡ് ആൻഡ് ഫിഗർ എങ്ങനെ എന്ന് പറയുമോ? മൂഡ് ആൻഡ് ഫിഗർ ആണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ആ ടോപ്പിക്കിൽ ഞാനത് പറയാം കേട്ടോ. ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പം പറയുന്നുള്ളത് എന്നുള്ളത്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ നിന്ന് ഓൺ ആൻ ആവറേജ് എത്ര ക്വസ്റ്റ്യൻ വരാറുണ്ട്? 1 or 2. കാരണം നമുക്ക് ലോജിക്കൽ റീസണിങ്ങിന് ആകെ 5 ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു ഫാലസീസ് വരണം അല്ലേ, ചിലപ്പോൾ ഒരു ഇന്ത്യൻ ലോജിക്ക് വരണം, ഒരു കനോട്ടേഷനോ ഡിനോട്ടേഷൻ പോലെയുള്ള ചില ആസ്പെക്റ്റുകൾ വരണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരണം. അപ്പോൾ പിന്നെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷന് അവർക്ക് ഒന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 1, ചിലപ്പോൾ 2, അത്രേ ഉള്ളൂ. ഷുവർ ക്വസ്റ്റ്യൻ ആണോ? ഒന്നും ഷുവർ ക്വസ്റ്റ്യൻ അല്ല. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ഒരു ചോദ്യം ഇല്ലാത്ത ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ സിമ്പിൾ ആസ്പെക്ട് നോക്കുക. സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ ഇപ്രാവശ്യം ആകെ ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് 12 ക്വസ്റ്റ്യൻ ആണ്. 16 ഷിഫ്റ്റിൽ നിന്ന് 4 ഷിഫ്റ്റിൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നോ ക്വസ്റ്റ്യൻ ആർ ഷുവർ. ഓരോ ഷുവർ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്ക്വയർന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ ലോജിക്ക്, അല്ലെങ്കിൽ ഫാലസിന്ന്, അതൊരു ഷുവറാണ്. ഓക്കെ, അതൊരു ഷുവറാണ് എന്നുള്ളതാണ്. ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ഞാൻ പഠിക്കാം. സത്യം പറഞ്ഞാൽ മാത്സും ലോജിക്കൽ റീസണിങ് നോക്കാതെ നെറ്റ് കിട്ടുമോ? കിട്ടൂല അല്ലേ? കിട്ടൂല. നമ്മളത് നോക്കുമല്ലോ, നമ്മളത് പഠിക്കുമല്ലോ, മതിയായ സമയമുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. കോൺട്രറിയിൽ സെയിം ക്വാണ്ടിറ്റി ബട്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി. കോൺട്രറി സബ് കോൺട്രറിയിലൊക്കെ നമ്മൾ സം നോട്ടല്ലേ വരുന്നത്, ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പറഞ്ഞതാണ് സൗമ്യ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഫോർ ദ ടൈം ബീങ്. അപ്പം ഞാനെന്താ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു? ഗുഡ് മോർണിംഗ്. ഉറങ്ങാനൊന്നും പോകണ്ട, നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഏതായാലും ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ JRF ക്ലബ്ബൊക്കെ തുടങ്ങിയാൽ പിന്നെ രാവിലെ നേരത്തെ തുടങ്ങുമല്ലോ, അപ്പോൾ പിന്നെ കുറേ നേരം രാത്രി ഉറങ്ങാനൊന്നും പറ്റണമെന്നില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് നല്ല കുട്ടികളായിട്ട് പഠിക്കുക. വരും ദിവസങ്ങൾ നമ്മൾ PYQ നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് മതിയായ സമയമുണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള ആളുകൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം PYQനൊക്കെ വളരെ കുറഞ്ഞ സമയം കിട്ടിയത്. ഈ പ്രാവശ്യം നമുക്ക് നല്ല സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ ഗ്രൂപ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ മാത്സിൻ്റെയും ഡാറ്റയുടെയും ഒക്കെ എജു റീൽസും റെഡിയാക്കിയിട്ടുണ്ട്, അതും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതും വരും. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറേ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരും ദിവസങ്ങളിൽ വരും. അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് വി ആർ വർക്കിംഗ് ഓൺ എവരിതിങ്. ഓക്കെ, അപ്പോൾ ശരി, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.